നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വെള്ളിയാഴ്ച നിസ്കാരത്തിന് സൗകര്യമൊരുക്കണമെന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ആവശ്യവും പ്രതിഷേധവും വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ വിവിധ ക്രൈസ്തവ സംഘടനകൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാനുള്ള നീക്കമെന്നുമായിരുന്നു ആത്മായ കമ്മീഷൻ ഉൾപ്പെടെയുള്ള വിവിധ ക്രൈസ്തവ സംഘടനകളുടെ നിലപാട്. അതിനു പിന്നാലെ കോളേജ് മാനേജ്മെന്റും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ആവശ്യം ബോധപൂർവമായ നീക്കമെന്നാണ് കോളേജ് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. നിസ്കാരത്തിന് കോളേജിനടുത്തുള്ള മുസ്ലിം പള്ളിയിൽ സൗകര്യമുണ്ടെന്നും ആരും അനാവശ്യ സ്പർദ്ധ വളർത്തരുതെന്നും പ്രിൻസിപ്പൽ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ പറഞ്ഞു. കഴിഞ്ഞ 71 വർഷമായി മികച്ച അക്കാദമിക നിലവാരവും പാരമ്പര്യവും പുലർത്തുന്ന മധ്യകേരളത്തിലെ സ്വയംഭരണ പദവിയുള്ള ഒരു സ്ഥാപനമാണ് നിർമ്മല കോളേജ്. 3000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ശ്രേഷ്ഠമായ കലാലയമാണ് ഇത്. ഉയർന്ന മതേതര മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയും ഉറപ്പുവരുത്തുന്ന അക്കാര്യത്തിൽ എപ്പോഴും ബദ്ധശ്രദ്ധ പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് നിർമ്മല കലാലയം. കഴിഞ്ഞ ജൂലൈ 26-ാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ നടന്ന പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്നാവശ്യപ്പെടുകയായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. നിർമ്മല കോളേജ് എന്ന ഈ കലാലയത്തിന് നാളിതുവരെ പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യ സ്പർദ്ധ വളർത്തുവാൻ ഇടയാകരുത് എന്ന് വിനയപൂർവ്വം പൊതുസമൂഹത്തോട് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിർമ്മല കോളേജ് ഓട്ടോണമസ് ഈസ്റ്റ് കോളേജ് നിർമ്മല എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണം ഇതിന്റെ നിലപാട് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്ര കേരളത്തിലും അതോടൊപ്പം തന്നെ ഭാരതത്തിന് പുറത്തുമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവും പൊതുസമൂഹം ഇത് അംഗീകരിക്കുന്നു. ഇതുതന്നെയായിരിക്കണം പൊതുസമൂഹത്തിന്റെയും നമ്മുടെയും നിലപാട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമ സുഹൃത്തുക്കൾ പൊതുസമൂഹത്തിന്റെ സ്വരം എന്ന നിലയിൽ നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ കോളേജ് എന്നും പുലർത്തുന്നതാണ് എന്നറിയിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത അത് നിലനിർത്താൻ, സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് എന്നൊരു കാര്യവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്കതിനെക്കുറിച്ച് അറിയില്ല, അങ്ങനത്തെ ഒരു നിലപാട് കണ്ടില്ല. കണ്ടപ്പോൾ തന്നെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഇവിടെ കോളേജിന് തൊട്ടടുത്ത് അവരുടെ മോസ്ക് ഉണ്ട്, അവിടെ വിദ്യാർത്ഥിനികൾക്ക് പോകാൻ സാധിക്കും. ഏകദേശം ഒരു 20 മീറ്റർ ദൂരത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട്. അവിടെ പ്രാർത്ഥന നടത്തുന്നതിലും നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാ കോളേജുകളിലും 3/4 മണിക്കൂർ സമയം മാത്രമാണ്, 45 മിനിറ്റ് സമയമൊക്കെയാണ് ഇന്റർവെൽ ഉള്ളത്. പക്ഷേ നിർമ്മല കോളേജിൽ 1 മണിക്കൂർ സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ 10-20 മീറ്റർ ദൂരത്തിലുള്ള പള്ളിയിൽ പോയി വരാൻ അവർക്ക് സാധിക്കും. അതിനുള്ള അവസരം അവർക്കുണ്ട്. അത് ഒരു തരത്തിലും നിഷേധിച്ചിട്ടില്ല എന്നാണ് പറയാനായിട്ട്. അങ്ങനെ ഒരു ആലോചന കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താവുന്നതാണ്. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അന്വേഷണങ്ങൾ നടത്താം. ഞങ്ങളൊരു നിലപാട് അങ്ങനെ കാണിക്കുന്നില്ല. കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി പോന്നിരുന്ന ഈ നിലപാടിൽ നിന്ന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അത് തന്നെ ഇനി തുടരുകയും ചെയ്യും. ഇതേവരെ ഇങ്ങനെയൊരു ആവശ്യം പറഞ്ഞ് നിർമ്മല കോളേജിലോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റ് സ്ഥാപനങ്ങളിലോ വന്നിട്ടുണ്ട് എന്ന് എന്റെ അറിവിലില്ല. ഇത് നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമല്ലേ? അതിനെ നമ്മൾ സ്വീകരിക്കുന്നത്, ഈ ഒരു പ്രശ്നത്തെ നമ്മൾ ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന് മാനേജ്മെന്റ് നിലപാടെടുത്തതോടെ മഹല്ല് ഭാരവാഹികൾ കോളേജിലെത്തി അധികൃതരുമായി ചർച്ച നടത്തി. കുട്ടികളുടെ നടപടി അപക്വമെന്നും അവർക്ക് തെറ്റുപറ്റിയെന്നും കോളേജിൽ നടന്ന സംഭവം ദൗർഭാഗ്യകരമെന്നും ചർച്ചയ്ക്ക് ശേഷം മഹല്ല് ഭാരവാഹികൾ പറഞ്ഞു. കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ്
എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികളുടെ മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിന്റെ ഖേദപ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് നമ്മുടെ കലാലയ അന്തരീക്ഷം, സാമൂഹ്യ അന്തരീക്ഷം, സാമുദായിക അന്തരീക്ഷം ഒന്നും നമ്മുടെ മേഖലയിൽ, കേരളത്തിൽ, രാജ്യത്ത് ഉണ്ടായിക്കൂടാ എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളതും സംവാദം നടത്തിയിട്ടുള്ളതും. നിസ്കാരത്തിന് കോളേജിൽ പ്രത്യേക സൗകര്യമൊരുക്കണമെന്ന ആവശ്യവുമായി വെള്ളിയാഴ്ച പ്രിൻസിപ്പലിനെ മണിക്കൂറോളമാണ് ഈ വിദ്യാർത്ഥികൾ, ഒരു സംഘം വിദ്യാർത്ഥികൾ തടഞ്ഞു വെച്ചത്. അത് പിന്നീട് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. പ്രതിഷേധത്തിൽ പങ്കില്ലെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് വ്യക്തമാക്കി. MSFനെ സംബന്ധിച്ചിടത്തോളം MSF അങ്ങനെ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുകയോ അങ്ങനെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുകയോ MSFയുടെ അടയാളങ്ങൾ ആ സമരത്തിൽ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയ സമരം വിദ്യാർത്ഥികളോട് സംസാരിക്കണം. MSFന്റെ ലേബലിൽ ഒരു സമരം അവിടെ നടന്നിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമരമില്ല, ഞങ്ങൾ അങ്ങനെ സമരം നടത്തിയിട്ടില്ല, ഞങ്ങളുടെ കൊടിയോ അടയാളങ്ങളോ ആ സമരത്തിലില്ല. MSFന്റെ ഏതെങ്കിലും ഒരു ഘടകം ആ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. യൂണിറ്റ് MSFന്റെ ഘടകം ആ സമരത്തിൽ ഞങ്ങളില്ല, അത് വ്യാജമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ജില്ലാ MSF ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, സംസ്ഥാന MSF ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. നിസ്കാരത്തിന് പ്രത്യേക സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന പ്രതിഷേധം ആസൂത്രിതമോ എന്നാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, ഈ ഒരു പ്രതിഷേധം, കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധം സംഘടിപ്പിച്ചത് ആരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. MSFും SFIയും ഉൾപ്പെടുന്ന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സമരമെന്നായിരുന്നു തുടക്കത്തിൽ പുറത്തു വന്ന വാർത്ത. എന്നാൽ SFIയും MSFും ഇത് നിഷേധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് ആരാണ്? ഇതിനുശേഷം ഇപ്പോൾ കോളേജ് മാനേജ്മെന്റ്, മഹല്ല് കമ്മിറ്റിയും ഒക്കെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ പക്വതയില്ലാത്ത നിലപാടാണ് ഇത്, പൂർണ്ണമായും മഹല്ല് കമ്മിറ്റി തള്ളുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആരാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്? അതിന് പിന്നിലെ ഏതെങ്കിലും നിഗൂഢ ശക്തികളുണ്ടോ? ആസൂത്രിതമായിട്ടുള്ളൊരു പ്രതിഷേധമായിരുന്നു അത്? ഡാനി, ആസൂത്രിതമായ പ്രതിഷേധമാണ് എന്നത് സംബന്ധിച്ച് നിലവിൽ ഒരു സൂചനയുമില്ല. നിലവിൽ ആരും അത് ഏറ്റെടുത്തിട്ടുമില്ല. അതുമാത്രവുമല്ല, കോളേജ് അധികൃതർ അടക്കം ഇത് തള്ളുകയും ചെയ്യുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഒരു പ്രതിഷേധം ആസൂത്രിതമാണോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞങ്ങളങ്ങനെ സംശയിക്കുന്നില്ല, ബോധപൂർവമാണെന്ന് ഞങ്ങളങ്ങനെ കരുതുന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിനൊരു കാരണം പ്രത്യേകിച്ച് ഇത് ഈ രീതിയിലേക്ക് ചർച്ചകൾ പോകുമ്പോൾ അത് വലിയ രീതിയിലുള്ള വിഷയങ്ങളിലേക്കെല്ലാം തന്നെ മാറ്റപ്പെടുന്നുണ്ടാകാം. അത്തരം കാര്യങ്ങൾ പലതും ഉണ്ടാകാം. എന്തായാലും അത്തരം ഒരു ചർച്ചകൾ വഴി തുറക്കുന്നതും ഇത്തരം വിഷയങ്ങളിലേക്ക് തന്നെയായിരിക്കും. ഒരു സംശയവുമില്ല. അത്തരമൊരു സൗഹാർദ്ദ അന്തരീക്ഷത്തെ ഹരിക്കപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരിക്കാം മുന്നോട്ട് പോകുക. അങ്ങനെ ഒരു സംഭവങ്ങൾ അവിടെ ഒരു ആസൂത്രിതമായ രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പരാതികൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് പോലീസ് തന്നെ ഇങ്ങനെ ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട്, അതൊരു ബോധപൂർവമാണ്, അതൊരു സാമുദായിക അന്തരീക്ഷത്തെ തകർക്കുന്നതാണ് എന്നൊരു പരാതി ഉയർന്നാൽ സ്വാഭാവികമായും അത് പോലീസ് അടക്കമുള്ള കാര്യങ്ങൾ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുമാണ്. നിലവിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു ആക്ഷേപം ഇവിടെ നിന്നും കോളേജിന്റെ അകത്തുനിന്ന് ഉയർന്നിട്ടില്ല. മാനേജ്മെന്റും അത്തരം ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള അത്തരം സംശയങ്ങൾ ഉണ്ടായെങ്കിൽ അത് അത്തരം പറച്ചിലുകൾ മാത്രമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആരും തന്നെ അതിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്കോ ആരും തന്നെ കടന്നിട്ടുമില്ല. എന്നാലും ഇതിൽ വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ സാധാരണഗതിയിൽ കോളേജിനകത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ അതിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരാറുണ്ട്. എങ്കിൽ മാത്രമേ കൂടുതൽ വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുന്നുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു സംഘടനകൾ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ അത്തരം വലിയൊരു പ്രതിഷേധ കൂട്ടായ്മകൾ ഉണ്ടാകുന്നുള്ളൂ. അത് കാലാകാലങ്ങളായി അതിന്റെ നടപ്പ് വർത്തമാനങ്ങളും ശീലങ്ങളും എല്ലാം അത് തന്നെയാണ്. സംഘടനകൾ നേതൃത്വം നൽകേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് ഒരു സംഘടനയും അതിന്റെ ഒരു ഉത്തരവാദിത്തങ്ങളിലേക്ക് വന്നിട്ടില്ല. ഇനി വിദ്യാർത്ഥി സംഘടനകൾ വലിയ ലേബലില്ലാതെ അതിനകത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ മറ്റേതെങ്കിലും രീതിയിൽ പ്രചരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരത്തരം കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്തങ്ങളിലേക്ക് ആരും വന്നിട്ടില്ല.
ഡാനി, ഇതൊരു ഒരു ദിവസം കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രതിഷേധമായി കാണാൻ കഴിയുമോ? കാരണം ഇതിനു മുൻപ് ഈ കോളേജ് മാനേജ്മെന്റിന് മുന്നിൽ ഇതുപോലൊരു ആവശ്യം അവർ ഉന്നയിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത് കൃത്യമായും പറഞ്ഞാൽ ഈ മാനേജ്മെന്റ് മാത്രമല്ല, നേരത്തെ വിവിധ ക്രൈസ്തവ സംഘടനകൾ, അൽമായ സംഘടനകൾ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇത് കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാനുള്ള നീക്കമെന്ന് പറയുന്നു. അവർ ചൂണ്ടിക്കാണിച്ച പല ഉദാഹരണങ്ങളുണ്ട്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം, ഈരാറ്റുപേട്ടയിലൊരു ഒരു വൈദികനെ പള്ളിക്കകത്ത് കയറി പള്ളി കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് വാഹനമിടിപ്പിച്ച സംഭവം, അങ്ങനെ നിരവധി സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് കൃത്യമായും ഇതിന് പിന്നിൽ ചില വർഗീയ സംഘടനകളുടെ, തീവ്രവാദ സംഘടനകളുടെ ഇടപെടലുണ്ട് എന്നൊക്കെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രതിഷേധിച്ച കുട്ടികളുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ അവർ ഏത് സംഘടനയിൽപ്പെട്ട, ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട കുട്ടികളാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ? കോളേജ് മാനേജ്മെന്റ് എന്താണ് വ്യക്തമാക്കുന്നത്? ഡാനി, നേരത്തെ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. കോളേജ് മാനേജ്മെന്റ് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ബോധപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, അങ്ങനെ കരുതുന്നുമില്ല എന്ന് അവർ പറഞ്ഞു. മറിച്ച് ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. നാളിത് ഇപ്പോൾ ഈ സമയമായിട്ടും ഒരു സംഘടന, വിദ്യാർത്ഥി സംഘടനകൾ, പ്രത്യേകിച്ച് മുഖ്യ പ്രസ്ഥാനങ്ങളുമായി നിലകൊള്ളുന്ന വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾ ആ സമരത്തിന്റെ പങ്കാളികളല്ല, തങ്ങൾ അതിന്റെ ആസൂത്രിതരോ സംഘാടകരോ അല്ല. ഇത്തരമൊരു സമര രീതിയെ അല്ലെങ്കിൽ സമര ആവശ്യത്തെ തങ്ങൾക്ക് പിന്തുണയ്ക്കാനും കഴിയില്ല എന്ന് എല്ലാവരും തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ആവശ്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത്തരമൊരു ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആരും തന്നെയും ഇതുവരെയും ഇതിന്റെ ഒരു കൂട്ടായ്മയുടെ ഉത്തരവാദിത്തം ആരും തന്നെയും ഏറ്റെടുത്തിട്ടില്ല എന്നതാണ്. പുറത്തുനിന്ന് ആരും ഇതിനെ പിന്തുണയ്ക്കുന്നതായി ഇതുവരെയും അത്തരമൊരു പരാതിയോ അത്തരമൊരു ആക്ഷേപങ്ങളോ വന്നിട്ടില്ല. പലരും നേരത്തെ ടോം പറഞ്ഞതുപോലെ ചില ക്രിസ്ത്യൻ വിശ്വാസി കൂട്ടായ്മകൾ പല രീതിയിലുള്ള ആക്ഷേപങ്ങളുമായി, ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പല ഉദാഹരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് ഒരു കാരണമായിട്ട് ഇവിടേക്ക് മൂവാറ്റുപുഴയിലേക്ക് നിർമ്മല കോളേജിനകത്തേക്ക് ഒരു ചൂണ്ടുപലകയായി ആരും തന്നെ കൊണ്ടുവരുന്നില്ല, ഒരു പരസ്യ പരാതിയായിട്ട് ആരും തന്നെ ഉന്നയിക്കപ്പെടുന്നില്ല എന്നതാണ്. അങ്ങനെയുണ്ടെങ്കിൽ, അത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അവർ ആ രീതിയിലേക്ക് പോലീസിലടക്കം ഇത് സംബന്ധിയായ അന്വേഷണങ്ങൾ നടത്തണം. ഇതൊരു സാമൂഹിക സ്പർദ്ധ കലാപം ലക്ഷ്യം വെച്ചുകൊണ്ടോ തീർച്ചയായും പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം ഒരു സാമൂഹിക സ്പർദ്ധ വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് നടന്ന ഏതെങ്കിലും നിഗൂഢമായിട്ടുള്ള ഒരു നീക്കമായിരുന്നോ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത്? അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ട വിഷയം തന്നെ ആണ്. കാരണം കഴിഞ്ഞ 70 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, വിദ്യാഭ്യാസ സ്ഥാപനമാണ്. കോളേജ് മാനേജ്മെന്റ് തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായും 1 മണിക്കൂർ തൊട്ട് സമീപത്തുള്ള മസ്ജിദിൽ നിസ്കരിക്കാൻ പോകാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിനപ്പുറമുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കാരണം അത്തരം പ്രവണതകൾ ഇവിടെ അവസാനിപ്പിക്കണം എന്നൊരു സന്ദേശം തന്നെയാണ് കോളേജ് മാനേജ്മെന്റ് നൽകുന്നത്. ഡാനി പോളിലേക്ക് തിരികെ എത്താം. അതിനു മുൻപ് മന്ത്രി ആർ ബിന്ദുവിന്റെ ഒരു പ്രതികരണം കൂടി പുറത്തു വന്നിരുന്നു. നിർമ്മല കോളേജ് വിവാദം അവിടെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത്. അത് അവിടെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ വിഷയം. ഡാനി പോളിലേക്ക്. ഡാനി, മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് അവിടെ തന്നെ പ്രശ്നം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു എന്നാണ്. അങ്ങനെ ഈ ഒരു വിവാദം അവസാനിച്ചു എന്ന് കരുതാൻ കഴിയുമോ? കാരണം മാനേജ്മെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരമൊരു ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കില്ല. മഹല്ല് കമ്മിറ്റി അവിടെ പോയി ഈ കുട്ടികൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഏറ്റുപറയുന്നു. ഒരു പരിധിവരെ നമുക്കിപ്പോൾ ഈ പ്രശ്നം അവസാനിച്ചു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും ഈ ഒരു പ്രശ്നത്തിന്, ഈ വിവാദത്തിന് ഒരു പരിഹാരം കണ്ടു എന്ന് തന്നെ വ്യക്തമായി പറയാൻ കഴിയുമോ ഡാനി? ടോമെ, നിലവിലെ അന്തരീക്ഷം അത് തന്നെയാണ്. നിലവിലെ അന്തരീക്ഷത്തിൽ ഈ വിവാദങ്ങൾ അവസാനിച്ചു എന്ന് നമ്മൾക്ക് കരുതാം, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാമെന്നതാണ്. കാരണം മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതില് തങ്ങൾക്ക് മറ്റു വിഷയങ്ങളില്ല, പരാതികളടക്കമുള്ള കാര്യങ്ങളില്ല. അതുമാത്രവുമല്ല,
ഇത് വിദ്യാർത്ഥികളുടെ ഒരു അച്ചടക്കത്തെ അടക്കം ബാധിക്കുന്ന കാര്യങ്ങൾ ഇതിലുണ്ട്. കാരണം ഈ കോളേജിലേക്ക് കടന്നു വരുമ്പോൾ, വിദ്യാർത്ഥിയായി കടന്നു വരുമ്പോൾ അവർ അനുവർത്തിക്കേണ്ട, അവർ പുലർത്തേണ്ട നിബന്ധനകൾ ഒരുപാടുണ്ട്. അത്തരം കാര്യങ്ങളിൽ പെടുന്നതാണ് ഈ പല ഒരു അച്ചടക്ക ലംഘനം. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഈ സമര രീതിയും കാര്യങ്ങളും എല്ലാം പെടും. സമരം പ്രിൻസിപ്പലിനെതിരെയുള്ള ഒരു സമരങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ പെടും. അപ്പോൾ ഈ പല രീതിയിൽ അച്ചടക്ക നടപടികളുണ്ടാകും. പക്ഷേ തങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല. കാരണം ഈ ഒരു അവസ്ഥയിൽ അത്തരമൊരു നടപടികളിലേക്ക് പോയാൽ അത് പലരായും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട്. അത് ഇപ്പോഴുള്ള വിഷയങ്ങൾ ഒന്നുകൂടി സങ്കീർണമാക്കും. അത് ഒരുപക്ഷെ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ സ്പേസ് ഇല്ല. കാരണം ഇപ്പോൾ കുട്ടികൾക്ക് പറ്റിയ ഒരു തെറ്റ്, അല്ലെങ്കിൽ അവർക്ക് ഈ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ചിന്തകൾ, അത് പറഞ്ഞ് മനസ്സിലാക്കപ്പെടേണ്ടതാണ്. അവർ അത് തിരുത്തപ്പെടും. അതിനായുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വരുന്നു. ഒപ്പം മഹല്ല് കമ്മിറ്റി കൈക്കൊണ്ട തീരുമാനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. കാരണം അവർ വരികയും അതോടൊപ്പം തന്നെ കോളേജ് അധികൃതരുമായി അടക്കം ചർച്ച നടത്തുകയും ചെയ്തു. അവർ കൃത്യമായി പറയുന്നു, കുട്ടികൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അവരുണ്ടാക്കിയ സങ്കീർണതകൾ തങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയാണ്. തങ്ങൾ മാനേജ്മെന്റിനോടക്കം അത് വ്യക്തമാക്കുകയും ചെയ്തു. തങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ചകൾക്ക് തങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം ഈ വിഷയങ്ങൾ ഇവിടെ അവസാനിക്കട്ടെ എന്ന് അവർ ശുഭപ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ഈ വിഷയങ്ങൾ പുറത്ത് ആരും ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ വലിയ രീതിയിലുള്ള വൈഷമ്യങ്ങളിലേക്ക് കൊണ്ടുപോകരുത്, അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ തുടക്കത്തിൽ തന്നെ ഈ വിഷയങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് വരാൻ തീരുമാനിച്ചിരുന്നത്. ഓർക്കുക, ഇന്ന് അവിടേക്ക് മാർച്ച് അടക്കം നടത്തുമെന്ന് ചിലർ പ്രഖ്യാപിച്ചിരുന്നു, ചില സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നതായാണ് പറയുന്നത്. അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും തന്നെ, ഒരു ക്രമസമാധാന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, അത്തരമൊരു ഓർഗനൈസ്ഡ് രീതിയിലേക്ക് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അതിന്റെ പുറത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ആരെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളിൽ പരിപൂർണ വിശ്വാസം തന്നെയാണ് മാനേജ്മെന്റും രേഖപ്പെടുത്തുന്നത്. തുടർന്ന് അത്തരമൊരു സാമുദായിക അന്തരീക്ഷം, സൗഹാർദ്ദം, സാമൂഹിക അന്തരീക്ഷം ഒന്നും തന്നെ തകർക്കപ്പെടുവാൻ ഇടയാക്കുന്ന കാര്യകാരണങ്ങളിലേക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രാർത്ഥനാ മുറി സംബന്ധിച്ചുള്ള വിവാദങ്ങൾ എത്തപ്പെടരുതെന്ന് ആത്മാർത്ഥമായും അവരെല്ലാം തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഒരു പ്രതിഫലനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിവാദങ്ങൾ ഇവിടെ അവസാനിക്കുമെന്ന ശുഭപ്രതീക്ഷ പുലർത്തുകയും ചെയ്യാം. ഡാനി സൂചിപ്പിച്ചതുപോലെ ഈ വിവാദം ഇവിടെ അവസാനിച്ചു എന്ന് തന്നെ കരുതണം. കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ ക്യാമ്പസുകളിൽ നല്ല രീതിയിലുള്ള സമരങ്ങൾ, അല്ലെങ്കിൽ ന്യായമായ ആവശ്യത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ ഉണ്ടാകട്ടെ. അതല്ല, അതിനപ്പുറം മതസൗഹാർദ്ദം തകരുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ അവസാനിപ്പിക്കുന്നതാണ് ഇവിടെ ഈ മഹല്ല് കമ്മിറ്റിയുടെ വളരെ പക്വതയോടുള്ള ഒരു നിലപാടിനെയാണ് ഇവിടെ അഭിനന്ദിക്കേണ്ടത്. കാരണം ഈ വിഷയത്തെ വളരെ ഊതിക്കെടുത്താൻ, ഈ വിവാദത്തെ ഊതിക്കെടുത്താൻ കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് മഹല്ല് കമ്മിറ്റി. കോളേജ് മാനേജ്മെന്റ് ഇത്തരം ഒരു ആവശ്യത്തെ അംഗീകരിക്കില്ല എന്ന് പറയുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് മഹല്ല് കമ്മിറ്റിയും രംഗത്തെത്തിയത്.